അല്ലെങ്കിൽ ഇപ്പൊ പ്രസൻസ് ആയിട്ട് അവിടെ ഉണ്ടാവുമല്ലോ, ഒരു കോമഡി സീൻ നടക്കുകയാണെങ്കിൽ ആ സീനിൽ പ്രസന്റ് ആയിരിക്കുമല്ലോ നിങ്ങള്. ദാറ്റ് ഓൾസോ റിക്വയർസ് സം കൈൻഡ് ഓഫ് പ്രസൻസ് ഓഫ് മൈൻഡ്, അങ്ങനെയില്ലേ? അതെ അതെ, ഐ തിങ്ക് യു ഷുഡ് ടേക്ക് യുവർ സെൽഫ് വെരി ലൈറ്റ്ലി. ലൈക്ക് നമ്മള് സീരിയസ് ആയിട്ടേ എടുക്കാൻ പാടില്ല. നമ്മൾക്ക് നമ്മളെ തന്നെ ഒരു ഫൂളാക്കാൻ പറ്റണം. നമ്മള് തന്നെ ഞാനൊരു വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ച ഐ തിങ്ക് യു കാൺ ഡു കോമഡി. ഐ തിങ്ക് കോമഡി ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട്. ഈ ചില ഹീറോസ് ഒക്കെ, നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ, എല്ലാരും കോമഡി ഒക്കെ ചെയ്യണം. ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി ഹാർഡ്. മോർ ദാൻ ആക്ഷൻ സീക്വൻസ് ഒക്കെ കോമഡി ഈസ് ഹാർഡ്. ബിക്കോസ് ഒരാളെ ചിരിപ്പിക്കണത് ഈസി അല്ല. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് ഹാർഡ്. സോ ഞാനത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഐ തിങ്ക് ഓൾ ഇറ്റ്സ് ഹാർഡ്. കോമഡി ഈസ് ഹാർഡ്. നിങ്ങളെല്ലാവരും ഒരു മമ്മൂക്ക ഫാൻ ഗേൾസ് ഒക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ മമ്മൂക്കയുടെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 3 സെപ്പറേഷൻ ഓഫ് റോൾസ് ഉണ്ട്. വേറെ ആളിപ്പോ ധ്രുവം പോലെ, അല്ലെങ്കിൽ കിങ് പോലെ, ബിഗ് ബി പോലെ ഒരു കൈൻഡ് ഓഫ് ഒരു മാസ് ലാർജർ ദാൻ ലൈഫ് ഒരു പടം ഉണ്ടാവും. അപ്പുറത്ത് ഇപ്പൊ ഭയങ്കര ലൗഡായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു മമ്മൂക്കയുണ്ട്. ഇപ്പൊ കുട്ടേട്ടൻ അത്ര ലൗഡല്ല. ഇപ്പൊ തുറുപ്പ് ഗുലാൻ, ഷൈലോക്കിലൊക്കെ ആർമാദിച്ച് അഴിച്ചു വിട്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരു മമ്മൂക്കയുണ്ട്. അതിന്റെ അപ്പുറത്ത് ഭയങ്കര വൾണറബിൾ ആയിട്ട് ഇപ്പൊ വാത്സല്യത്തിലോ അല്ലെങ്കിൽ കാഴ്ചയില്, പളുങ്കില് ഒക്കെ ഉള്ള ഒരു മമ്മൂക്കയുണ്ട്. ഏത് ആസ് എൻ ആക്ടർ അവിടുന്ന് ഒരു പിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഏത് മമ്മൂക്കനെ പിക്ക് ചെയ്യുക? എനിക്ക് അഴകിയ രാമനിലെ വേദനിക്കുന്ന കോടീശ്വരൻ ശങ്കർദാസ്, പിന്നെ കാഴ്ച, പളുങ്ക്, പിന്നെ മിസ് ഔട്ട് ചെയ്തൊരു മൂവി ഉണ്ട് വർഷം, തനിയാവർത്തനം. അങ്ങനെ സോറി, വർഷത്തില് മമ്മൂട്ടി സാറിന്റെ ആ ഒരു മകൻ ഇഷ്ടം ഹോസ്പിറ്റലിൽ സീനാണോ? അതെ, മകൻ മരിച്ചു എന്ന് പറയുന്ന സമയത്ത്, അതായത് ഏത് രീതിയിൽ വേണമെങ്കിലും വിഷമം കാണിക്കാം. മകൻ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് വേണമെങ്കിൽ പൊട്ടിക്കരയാം നമുക്ക്. അതല്ലെങ്കിൽ ഒരിക്കലും മകൻ മരിക്കുന്നത് എങ്ങനെ ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ഷോക്കായിട്ട് നിൽക്കാം. കരച്ചില് ഏത് ടൈപ്പ് ഓഫ് കരച്ചിൽ വേണമെന്നുള്ളതിന് വളരെ എന്താ പറയാ, അത് കാണുന്ന സമയത്ത് എന്താ നമുക്ക് അത്രയധികം വിഷമം ആവുന്നുണ്ട്. അതുപോലെ പളുങ്കില് നസ്രിയ മരിക്കുന്ന സമയത്ത്, ആ സീനില് നസ്രിയ മരിക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു രണ്ടിന്റെ സിനാരിയോ എന്താണെന്ന് വെച്ചാല് മകൻ മരിച്ചു, ഇപ്പുറത്ത് മകൾ മരിച്ചു. പക്ഷെ അത് കാണിക്കുന്നത് ഒരാളാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. അതെ, 2 ഡിഫറെന്റ് എക്സ്ട്രീംസിലാണ് അത് പോകുന്നത്. അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ഇത് 3 ഞാൻ പിക്ക് ചെയ്യാ. ഐശ്വര്യക്ക് അങ്ങനെ ഒരു ഈ 3 വെർട്ടിക്കൽസ് ഇതിൽ ഏതെടുക്കും? ഏത് മമ്മൂക്ക എടുക്കും? ലാർജർ ദാൻ ലൈഫ് മമ്മൂക്ക എടുക്കണോ, വൾണറബിൾ എടുക്കണോ, അതോ ലൗഡ് ആയിട്ടുള്ള? വൾണറബിൾ, അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണം മമ്മൂക്കനെ. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരു മൂവിയോ സീനോ അങ്ങനെ ഉണ്ടോ? എനിക്ക് അഴകിയ രാമൻ, ഐ റിയലി ലവ് ദാറ്റ് ഫിലിം, ദ വേ ഹി വാസ് ഇൻ ദാറ്റ് ഫിലിം. പിന്നെ എല്ലാം ഇപ്പൊ റീസെന്റ് ആയിട്ട് ബ്രഹ്മയുഗം, അതിലത്തെ മമ്മൂക്കനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ദ വേ ഹിസ് മാനറിസംസ് വേ യുനോ ത്രൂ ഔട്ട് ദ ഫിലിം ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നില്ലേ മമ്മൂക്കയുടെ ക്യാരക്ടർ, മമ്മൂക്കയുടെ ഗെറ്റപ്പും എല്ലാം. അതിൽ തന്നെ ഈ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി പോലെ ഒരു കാര്യമുണ്ടല്ലോ. അതായത് ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് യങ്ങർ മമ്മൂക്കയായിട്ട് വരുമല്ലോ, എന്നിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു സമയത്തുണ്ടല്ലോ. അപ്പൊ അവിടെ ആക്ച്വലി നമുക്ക് മനസ്സിലാവും ചാത്തം കയറിയതാണ് ഇത് എന്നുള്ളത്, പക്ഷെ അവർക്ക് മനസ്സിലാവാൻ പാടില്ല. സോ കുറച്ചും കൂടി ഒരു കൈൻഡ് ഓഫ് ഒരു മാസ്കിങ് ആക്ടിങ് ആ പുള്ളി അവിടെ ട്രൈ ചെയ്തു. അത് നല്ലൊരു ബ്രില്യന്റ് ഫിലിം ആൻഡ് മമ്മൂക്ക വാസ് ഇൻക്രെഡിബിൾ. നിങ്ങൾ പറഞ്ഞ മാതിരി ബോത്ത് ദ യങ്ങർ വേർഷൻ, ഹി ഡിഡ് എ ഇൻക്രെഡിബിൾ ജോബ്. Have you taken inspiration from Mammuka in the way he manages the body language when he comes to a character? I'm trying my best to learn as much as I can from him, but he's always 10-100 steps ahead from everybody. Yeah, you can't catch up to him. It's too easy for him. You know, like we can keep trying, we can keep learning, right? But he's always ahead of us, and he'll always be. What will be the conversations with Mammuka when it comes to films? These are general conversation, not about film. General conversation when we meet. I always want to ask him, like, how is it that's so easy for you? He's like, he prepares something in his own head, and when he's on set, like in Bazooka, he is this one particular character, and that's him throughout. It's his own preparation. It's like in Big B also, it was the same thing. Like he gets into the character and he stays there. Okay. I have not seen many people do that. You know, it's like it's so easily. So you give him something and he owns that dialogue, he owns that aura, he owns that personality, that character that he wants to do. ഇപ്പം ഈ പടം ഒരു ഗെയിം ത്രില്ലർ ജോണറിലാണ് വരുന്നതെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആൻഡ് വയലൻസ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു മോഡും ആണെന്നാ പറയുന്നത്. അപ്പം
ആ ഒരു കാര്യമുണ്ടല്ലോ, അതായത് ആളുകളെ ആരും ഫിസിക്കലി കൊല്ലുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. എന്നാൽ അപ്പുറത്ത് ത്രില്ലും ഉണ്ട്. ആ ഒരു സ്ക്രീൻ പ്ലേ പാറ്റേൺ മലയാളത്തിൽ പുതിയതായിരിക്കോ? ഇതില് ഗെയിമിംഗ് എലമെന്റ്സ് ഉണ്ട് ബസൂക്കന്റെ അകത്ത്. ഒരു ഗെയിം ത്രില്ലർ എന്നുള്ളതിലുപരി ഗെയിമിംഗ് എലമെന്റ്സ് ആഡ് ചെയ്തൊരു സിനിമയാണ് ബസൂക്ക. അപ്പം അതിനകത്ത് ഈ ഒരു ചോദിച്ചത് എന്താന്ന് വെച്ചാൽ ഈ ഗെയിം ത്രില്ലർ പാറ്റേണിലുള്ള, അതായത് ഭയങ്കര ഓവർ ദ ടോപ്പ് വയലൻസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, വയലൻസ് ഇല്ല ബസൂക്കയില്. ബസൂക്കയില് വയലൻസ് ഇല്ല. ഗെയിം ത്രില്ലർ ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അത് ഗെയിമിംഗ് എലമെന്റ്സ് ഉള്ള സിനിമയാണ് ബസൂക്ക. ബാക്കി 10th നിങ്ങൾ കാണണം. ഈ ഐശ്വര്യ ഭയങ്കര ഒരു ആലിയ ഭട്ട് ഫാൻ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആലിയ അപ്പുറത്ത് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് ഹൈവേയും ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ അവരുടെ ഗ്ലാമർ ആയിട്ടുള്ള ഒരു വേഷം ചെയ്യുന്ന പോലെ തന്നെ അവരുടെ ഒരു ആക്ടിങ് കാലിബർ മൊത്തമായിട്ട് ആളുകളെ കാണിക്കുന്ന സിനിമ അപ്പുറത്ത് സംഭവിക്കുന്നുണ്ട്. ഐശ്വര്യക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് എന്റെ ഈ ഒരു ഫിസിക്കും അല്ലെങ്കിൽ എന്റെ ഈ ലുക്സിനെ മാത്രം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുള്ളൂ, അപ്പുറത്ത് എന്നെ ചാലഞ്ച് ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് കിട്ടുന്നില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ പെർഫോമൻസ് ഓറിയന്റഡ് റോൾസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ലൈക്ക് യു സെഡ്, I think Alia Bhatt is an incredible actor and the way she chooses films are amazing. അത് എല്ലാ പടങ്ങളും ഐ തിങ്ക് ആലിയ ഭട്ട് does that film. The script is also great. I don't know, she has a നല്ല സെൻസ് ഉണ്ട്. Timing is correct. For her timing is correct. Timing is correct. എല്ലാം നല്ല രസമുണ്ട് അവര് പിക്ക് ചെയ്യണ റോളും പടങ്ങളും. സോ അങ്ങനത്തെ കുറെ പെർഫോമൻസ് ഓറിയന്റഡ് റോൾ ചെയ്യണമെന്ന് കുറെ ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഹൈവേ പോലത്തെ, ദാറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിം. സോ അങ്ങനത്തെ ഒക്കെ റോൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. മോർ ദാൻ ജസ്റ്റ് ലുക്കിംഗ് പ്രിറ്റി, അതിനെക്കാട്ടിലും കുറെ പെർഫോമൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഈ പ്രിറ്റി ആയിട്ട് കാണപ്പെടാൻ വേണ്ടിട്ട് ഐശ്വര്യ എടുക്കുന്ന എഫേർട്സ് ഉണ്ടല്ലോ, ഇതിനുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് അതിപ്പോ ഒരു ചീസ് കേക്ക് ഉണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് ഇപ്പൊ ഇൻവോളണ്ടറി വരുന്നുണ്ടോ? അതായത് ഒന്നും ഉള്ളിന്ന് ഒരു പുഷ് കൊടുക്കാണ്ട് തന്നെ നടക്കുന്നുണ്ടോ? ആക്ച്വലി ഒത്തിരി കൺട്രോൾ വേണം. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫൂഡിയാട്ടോ. നല്ലോണം എനിക്ക് ഭയങ്കര നല്ല ഫുഡ് കഴിക്കുന്ന ആളാണ്. ഡെസേർട്സ് ലൈക്ക് യു സെഡ്, ചീസ് കേക്ക് ഇസ് മൈ ഫേവറേറ്റ്. പക്ഷെ എനിക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും സോങ് ഷൂട്ടോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കൺട്രോളിലായിരിക്കും. എനിക്കത് ടെംപ്റ്റേ ആവില്ല. എന്റെ മുമ്പിൽ വെച്ചാൽ പോലും, എന്റെ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് എന്റെ മുമ്പിൽ വെച്ചാൽ പോലും ഞാൻ അത് കഴിക്കില്ല. എനിക്ക് ഭയങ്കര വിൽ പവർ ഉള്ള ആളാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ വിടും. ഇന്ന് ഉച്ചയ്ക്ക് ഞാനും ബാമയും ലഞ്ച് കഴിക്കുമ്പോൾ ഐ ഹാഡ് നൈസ് രസഗുള ആൻഡ് ഓൾസോ. അപ്പൊ ഐ ഇൻഡൽജ്. പക്ഷെ എന്തെങ്കിലും ഒരു ഗോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ എം വെരി സ്ട്രിക്റ്റ്. പ്ലസ് ഐ വർക്ക് ഔട്ട് എ ലോട്ട്. അതന്നെ ബാമ, നമ്മള് കഴിഞ്ഞിട്ട് സംസാരിച്ചാണ് 4 ബിരിയാണി കഴിച്ചിട്ട് ഫിറ്റ് ആയിരിക്കുന്ന ഒരാളല്ല. 2 ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ 1.5 ആക്കി. ഈ ഇപ്പൊ ഒരു വേഷം ഡിമാൻഡ് ചെയ്യുന്നു. ഇപ്പൊ ഭൂമി പട്നായക്കൊക്കെ ദംലൊക്കെ ഈഷയിലൊക്കെ ചെയ്ത പോലെ കുറെ തടിക്കണം, പിന്നെ റിയൽ ലൈഫിന് വേണ്ടി കുറെ മെലിയണം. അങ്ങനത്തെ ഒരു വേഷം വരികയാണെങ്കിൽ ബാമ അതിനുവേണ്ടി ഒരു ശ്രമം എടുക്കുവോ? തീർച്ചയായും. ഞാൻ മദനോത്സവത്തിന് വേണ്ടി തടിക്കാൻ വേണ്ടിയായിരുന്നല്ലോ കഴിഞ്ഞ അവിടെ ഞാൻ പറഞ്ഞത്. തീർച്ചയായും ഞാനത് ചെയ്യും. അത് എന്നെ സംബന്ധിച്ച് അത് വളരെ ചാലഞ്ചിങ് ആയ ഒരു പരിപാടിയാണ്. ഡെഫിനറ്റ്ലി ഞാൻ അതിന് എങ്ങനെയായാലും എനിക്കത് ഭയങ്കര ചാലഞ്ചിങ്. പിന്നെ എനിക്കത് ഇഷ്ടമാണ് അങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് നടത്താൻ വേണ്ടിയിട്ട്. ഡെഫിനറ്റ്ലി ചെയ്യും. ഇപ്പം ഒരു ആക്ഷൻ സിനിമ വരുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉള്ള പ്രതീക്ഷകള് അതിനെ പലപ്പോഴും മീറ്റ് ചെയ്യാതെ വരുന്നത്, അതായത് ഫാൻസ് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മമ്മൂക്ക പഞ്ച് ലൈൻസ് പറഞ്ഞ് സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന ആ സ്വാഗുള്ള മമ്മൂക്കയാണ്. ആ മമ്മൂക്കയെ നമുക്ക് എത്രമാത്രം കിട്ടും? നിങ്ങൾ ഹാപ്പി ആയിരിക്കും അതില്. ഫാൻസിന് മമ്മൂട്ടി സാറിനെ എങ്ങനെ കാണണം എന്നുള്ള രീതിയിൽ വളരെ എന്താ പറയാ സ്റ്റൈലിഷായി അത്രത്തോളം സ്വാഗില് മമ്മൂട്ടി സാർ ഉണ്ട്. അതുപോലെ തന്നെ ഡീനും അത് പിക്ചറൈസ് ചെയ്തിട്ടുമുണ്ട്. ആ ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് എന്തായാലും കാണാൻ വേണ്ടി പറ്റും. ഫാൻസ് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മമ്മൂട്ടി സാറിന് എന്തായാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. Dinu hasn't directed a film before, not even a short film. So was his vision so clear when it comes to a scene? It was very clear. I was also surprised to see it the first time because his vision is very clear. He knows what he wants. And the story, the way he has written the story, it's so you can, when he was narrating the script, you can understand the vision. And he has actually pulled off and executed the way he wanted it to, which is amazing. He has done justice to his script. I can just say that. Have you asked where did he took references to the costumes of Mammootka? I never asked him that. I'm sure he must, since he's written such a nice script and took him so many years to write it, I'm sure he must have written the look that he wanted from Mammootka. Rather than referencing from somewhere, I think it's all in his head. It's all his baby.
Okay, okay. Have you asked Amarnath where do he take references for his costumes? No, I never did that as well. Next time I will definitely ask him. Next time I'll definitely ask him, for sure. ഈ കോസ്റ്റ്യൂംസിന് ഈ സിനിമയുടെ അകത്തുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ, അതായത് നമ്മൾ വളരെ സ്റ്റൈലിഷ് ആയിട്ട് പല അവസ്ഥയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ കോസ്റ്റ്യൂംസിലേക്ക് പോയിട്ടുള്ള ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ അതിന് പോയിട്ടുള്ള സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്ന വിധം, അതിനെ പറ്റിയിട്ട് ബാമയ്ക്ക് എന്താ തോന്നിയിട്ടുള്ള ട്രെയിലറൊക്കെ കണ്ടപ്പോ? വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് അത് കാണിച്ചിട്ടുണ്ടല്ലോ ട്രെയിലറിൽ തന്നെ. നമുക്കത് വളരെ കൺവിൻസിങ് ആണ്. അതായത് ഇതൊരു സ്റ്റൈലിഷ് മൂവിയാണ് തന്നെ നമ്മൾ പറയാൻ കാരണം എന്താ, അതിന്റെ ആ ഒരു ഫ്രെയിംസും എല്ലാവരുടെ കോസ്റ്റ്യൂംസ് എല്ലാവരും വരുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇപ്പൊ മമ്മൂട്ടി സാറിന്റെ ലുക്സിലായാലും ട്രെയിലറിനും ടീസറിനും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്ത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഈ സ്വാഗ് എന്ന് പറയുന്നത്. അതായത് ട്രെയിലറിലും ടീസറിലും കണ്ടത് വെറും സാമ്പിൾ മാത്രമാണ്, അതിലും ഇരട്ടിയുണ്ട് സിനിമയ്ക്കകത്ത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിലേറെ സ്റ്റൈലിഷ് എലമെന്റ്സ് നമ്മൾ മൊത്തം ത്രൂ ഔട്ട് ആ പടത്തില് ഫ്രം ദ സ്റ്റാർട്ട് ടിൽ ദ എൻഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ആ സ്റ്റൈൽ ത്രൂ ഔട്ട് എല്ലാവർക്കും ആ ഒരു കോസ്റ്റ്യൂംസിലാണെങ്കിലും പോലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പുറത്ത് ശക്തയായിട്ടുള്ള മമ്മൂട്ടി ഫാനായിട്ട് നിൽക്കുമ്പോ എതിരാളിയായിട്ട് കണ്ടിരുന്ന മോഹൻലാൽ ഫാൻ ആരായിരുന്നു വീട്ടില്? വീട്ടില് ഇല്ല. എന്താ എന്ത് ചോദ്യം, ഒന്നുകൂടി ചോദിക്കോ? അതായത് ഒരു വീട്ടിലൊരു മമ്മൂട്ടി ഫാൻ ഉണ്ടാവുമ്പോഴേ എന്തായാലും അതിനെ എതിരിടാൻ വേണ്ടി ഒരു മോഹൻലാൽ ഫാൻ വീട്ടിലുണ്ടാവണമല്ലോ. അതാരായിരുന്നു വീട്ടില്? ആരും ഇല്ല വീട്ടില്. ഏകാധിപത്യായിരുന്നല്ലേ? ഏകാധിപത്യ അല്ല, അമ്മയ്ക്ക് മമ്മൂട്ടി സാറിന് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മമ്മൂട്ടി സാർ മമ്മൂട്ടി സാർ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞ അമ്മ നടക്കായിരുന്നു. പപ്പ ശരിയാ, എതിരാളി പപ്പ പണ്ട് നമ്മളിങ്ങനെ സൗദിയിലെ സിനിമ കാണുന്ന സമയത്ത് അമ്മ കൂടുതൽ അമ്മക്ക് മമ്മൂട്ടി സിനിമകളായിരിക്കും ഇഷ്ടം, പപ്പക്ക് മോഹൻലാൽ സിനിമകളായിരിക്കും ഇഷ്ടം. അങ്ങനെ. പക്ഷെ അതൊരു വലിയ ബാറ്റിലായിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഞാനും ചേച്ചിയും വലുതായ സമയത്ത് നമ്മളിങ്ങനെ പറയും, പക്ഷെ നമ്മളപ്പോഴത്തേക്ക് മറ്റേ പൃഥ്വിരാജ് ആസിഫ് അലി നമ്മുടെ ജനറേഷൻ മാറിയില്ല. ഈ കമൽ രജനി കോൺഫ്ലിക്ട് ഉണ്ടായിരുന്നോ ചെറുപ്പത്തില്? ഉറപ്പായിട്ട്. പക്ഷെ ലൈക്ക് യു സെഡ് അത് എന്റെ ജനറേഷനിൽ വന്നിട്ട് ഇറ്റ്സ് മോർ ഓഫ് വിജയ് അജിത്. ഓ വിജയ് ഫാൻ ആയിരുന്നോ? എനിക്ക് രണ്ടുപേരും അവിടെ പടം വേണല്ലോ. രണ്ടുപേരും ഇഷ്ടം. ഈ വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു, വിജയ് മിസ് ചെയ്യില്ലേ? അതൊരു ഫാൻ ഗേൾ ആയിട്ട് ഒരു വലിയ ഒരു വോയിഡ് ആയിട്ട് നിലനിൽക്കില്ലേ? അതെ, വി ഓൾ മിസ് ഹിം. ബട്ട് എന്താ പറയാ, ഉറപ്പായിട്ട് ഞാൻ എപ്പോഴും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുമെന്ന് എനിക്ക് മോസ്റ്റ്ലി ട്രൈ ചെയ്യാറുണ്ട്. ബട്ട് മോസ്റ്റ്ലി ഫസ്റ്റ് ഡേ കാണും വിജയിന്റെ ഫിലിംസ് ഒക്കെ. ഐ റിയലി ലൈക്ക്, ഞങ്ങൾ തളപതി എന്നാണ് വിളിക്കാറ്. സോ തളപതിയുടെ പടമൊക്കെ ഫസ്റ്റ് ഡേ തന്നെ വി വാച്ച്. പക്ഷെ ഇപ്പോൾ വിൽ ബി മിസ്സിംഗ് ഹിം ഉറപ്പായിട്ട്. ബട്ട് ഹീസ് ഗോയിങ് ഫോർ സംതിങ് ബെറ്റർ. പോളിറ്റിക്സ്, ഹി ലുക്സ് ലൈക്ക് ഹീസ് സോ പാഷനേറ്റ് ആൻഡ് ഹീസ് സോ he takes it very seriously. Appo I think everyone supports that. ഇപ്പൊ ഈ ധ്രുവത്തിൽ മമ്മൂക്ക മറ്റേ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വരില്ലേ ഇൻട്രോ ഷോട്ട്, അതുപോലെ ഒരു മമ്മൂക്ക അല്ല ഒരു ദളപതി ഇൻട്രോ സീൻ പറയാൻ പറഞ്ഞ ഏത് പടം പറയും? ഗില്ലി. വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഷോട്ട് ഉണ്ട് ഗില്ലിയില്. സോ അതില് ഐ തിങ്ക് ഹി സേവ്സ് തൃഷ. എനിക്ക് സീൻ ഓർമ്മയില്ല, ബട്ട് ഒരു വാട്ടർ ഷോട്ട് ഉണ്ട് ഗില്ലിയില്. എന്തായാലും സിനിമ ഈ വർക്ക് ആവുന്നതോടുകൂടിയിട്ട് തന്നെ ഐശ്വര്യം മലയാളത്തിൽ വർക്ക് ആവട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരുപാട് റോൾസ് കിട്ടട്ടെ. അതിന്റെ അപ്പുറത്ത് അതർ സൈഡും കൂടി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പെർഫോമൻസ് ഓറിയന്റഡ് ആവേശങ്ങൾ ലഭിക്കട്ടെ. ബാമയുടെ അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ്? ഒഫീഷ്യലി പറയാനായിട്ടില്ല, സ്ക്രിപ്റ്റ് കേൾക്കുന്നു. ഓൾറെഡി ഒരു ബാമ ഉണ്ടാവുമ്പോ ഈ ബാമ എന്നുള്ള പേര് തന്നെ എടുക്കാം എന്നുള്ളത് തീരുമാനം സ്വയം എടുത്തതാ? ഇല്ല, എനിക്കങ്ങനെ പേര് മാറ്റേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ടില്ല. കാരണം ഒരാളുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പേരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്റെ പേരിന്റെ കൂടെ എപ്പോഴും ബാമ അരുൺ തന്നെയാണ് ഞാൻ പറയുന്നത്. ബാമ എന്ന് മാത്രം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വിളിക്കുന്ന സമയത്ത് ബാമ എന്ന് വിളിച്ചാലേ ഉള്ളൂ. അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇപ്പൊ പേര് ചോദിക്കുന്ന സമയത്താണെങ്കിൽ പറയുന്ന സമയത്താണ് എന്റെ നെയിം ഇസ് ബാമ അരുൺ. അപ്പം അതില് ഞാൻ അഡ്രസ് ചെയ്യപ്പെടുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതില് ഞാൻ പ്രൗഡാണ്. അപ്പൊ ആ ഒരു പേര് മാറ്റുക എന്നുള്ളത് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. ചില സമയത്ത് ആൾക്കാർക്ക് മാറിപ്പോയേക്കാം, ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് എന്റെ പേര് തന്നെ വേണം എന്നുള്ളൊരു വാശിയായിരുന്നു. ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കണം എന്നുള്ള തീരുമാനമുണ്ട്. ഡെഫിനറ്റ്ലി. When will you be active in movies? Now. From now on, definitely. What was stopping you from choosing a lot of movies? I was not getting anything which I really wanted to work with. Nice. So now I think I'm getting start with Bazooka again. Okay. Hopefully I'll probably get more good subjects which I can be associated with. Okay. We wish I also wish. I also wish for that, because I love the love that I get here and I really want it more. So അപ്പോൾ മൂന്നുപേരുടെ നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. Thank you so much. Thank you.